നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ വരുത്തി വെച്ച പ്രശ്നങ്ങളാ ഇന്ന് ഈ കുടുംബത്തെ ഈ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. ആ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണം. എന്തിനും ഒരു നേരും നെറിയൊക്കെ വേണം. അതിനുവേണ്ടിയാണ് ആചാര്യ സാറിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. വസ്തുവീതം വയ്ക്കുന്നതിനെ പറ്റിയാണല്ലോ തർക്കം. ആ തർക്കം ഇനി ഇവിടെ വേണ്ട. എല്ലാം നിയമപ്രകാരം നടന്നാ മതി. അതിന് നിയമപ്രകാരം തന്നെയാണല്ലോ വിനയ് അന്നിവിടെ വാദിച്ചതും. വിനയ്ക്ക് ഈ സ്വത്തുക്കളിലൊന്നും അവകാശമില്ലെന്നും വിനയ് സമ്മതിച്ചു. പക്ഷേ വിൽപത്രപ്രകാരം വിനയുടെ കുട്ടിക്ക് അവകാശമുണ്ടല്ലോ. അത് മതി അല്ലേ വിനയ്? അതെ, എന്റെ കുട്ടിയുടെ അവകാശം മതി. ഇത് ഇവിടുത്തെ ഒരു ഗസ്റ്റാ. ഗസ്റ്റാണ്. എനിക്ക് ആളെങ്ങും മനസ്സിലായില്ല കേട്ടോ. വെറും ഗസ്റ്റ് അല്ല ആചാര്യ വക്കീലെ, ഇത് വിനയുടെ ഗേൾഫ്രണ്ടാ. ആരായാലും പറഞ്ഞത് ശരി തന്നെയാണ്. വിനയിനോ പ്രഭാവതിക്കോ ഇവിടുത്തെ സ്വത്തുക്കളിൽ നേരിട്ട് അവകാശമില്ലെങ്കിലും പ്രഭാവതി ഗോപിനാഥ് സാറിന്റെ ഭാര്യ ആയതിനാൽ വിശ്വനാഥൻ സാറിന്റെ വിൽപത്ര പ്രകാരം വിനയുടെയും ഗാർഗിയുടെയും കുട്ടികൾക്കും ഇവിടുത്തെ സ്വത്തുക്കളിൽ വിശാലിന്റെ കുട്ടിക്കെന്നതുപോലെ അവകാശമുണ്ട്. അതുകൊണ്ട് വിനയ് ഒരു തരത്തിലും വിഷമിക്കണ്ട കേട്ടോ. അപ്പോ എന്റെ പേരക്കുട്ടികൾക്ക് ഇവിടുത്തെ സ്വത്ത് അവകാശം ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണല്ലേ? അതെ, കുട്ടികൾ ജനിക്കുന്ന മുറയ്ക്ക് സ്വത്തുക്കൾ ഭാഗം വയ്ക്കാം. അതുവരേക്കും ഈ സ്വത്തുക്കളുടെ എല്ലാ വിവരങ്ങളും അടങ്ങിയ ഡോക്യുമെന്റ്സ് അത് മുഴുവനും ഗായത്രി ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസിന്റെ ചെയർപേഴ്സൺ പാർവതിയുടെ കൈകളിൽ ഭദ്രമായിരിക്കണം. ആർക്കാണോ ആദ്യമായി കുട്ടികൾ ജനിക്കുന്നത് അതിനുശേഷം ഈ പത്രങ്ങൾ ഉപയോഗിച്ച് സ്വത്തുക്കൾ ഭാഗം വെച്ച് എഴുതിയെടുക്കാം. അതിന് ഇതെന്തിനാ പാർവതിയെ ഏൽപ്പിക്കുന്നത്? ഞാനിത് സൂക്ഷിച്ചോളാം. ഇത്രയും കാലം ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയല്ലേ നോക്കിയിരുന്നത്? അത് സാധ്യമല്ല പ്രഭാവതി. കാര്യങ്ങളൊക്കെ അതിന്റെ മുറയ്ക്ക് തന്നെ നടക്കണം. ചെയർപേഴ്സൺ പാർവതിയല്ലേ. അതുകൊണ്ട് ഈ സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ട റൈറ്റ്സ് പാർവതിക്ക് മാത്രമേ ഉള്ളൂ. വിശാൽ, ആ സഞ്ചി പാർവതിയുടെ കയ്യിലേക്ക് കൊടുത്തേക്ക്. ധാരാളം കുട്ടികൾ ഈ കുടുംബത്തിന് അനന്തരാവകാശികളായി ജനിക്കട്ടെ. മോളി ഡോക്യുമെന്റ്സ് കൊണ്ടുപോയി സേഫായി വെക്ക്. ചെല്ല. ഒന്ന് നിന്നേ. ഈ വീട്ടില് ധാരാളം കുട്ടികൾ ജനിക്കണമെന്നല്ലേ നീ പറയുന്നേ? അതെ, അത് വേണം. കുട്ടികൾ ജനിക്കുമ്പോ എന്തായാലും സ്വത്തുക്കള് വീതം വെക്കും. എന്റെ അഭിപ്രായത്തില് വീതം വെക്കുന്ന വ്യവസ്ഥ കൃത്യമായ സ്ഥിതിക്ക് ഇനി എന്തിനാ ഭാഗം വെക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്?
ഇപ്പൊ തന്നെ 3 പേർക്കും തുല്യമായി ഭാഗിച്ചു തന്നാ എല്ലാവർക്കും സന്തോഷാവില്ലേ? ഏയ് അത് സാധിക്കില്ല. കുട്ടികൾ ജനിച്ച ശേഷമേ വീതം വയ്ക്കാൻ സാധിക്കൂ. എങ്കിൽ ഈ ഡോക്യുമെന്റ്സ് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചോളാം. പല്ലവി എന്തായി കാണിക്കുന്നെങ്കിൽ തരാൻ. പല്ലവി, പല്ലവി ഞാൻ സൂക്ഷിച്ചോളാം പറഞ്ഞില്ലേ? പാർവതി എന്തായി കാണിക്കുന്നത്? എന്തായി കാണിക്കുന്നെങ്കിൽ തരാൻ. പല്ലവി നീ എന്തായി ചെയ്യുന്നേ? ഞാൻ വെച്ചോളാന്ന്. പല്ലവി വിടാനല്ലേ പറഞ്ഞേ? വിട്. പാർവതി വിടാൻ, വിട്. പല്ലവി വിടാൻ. ഇല്ല, ഞാൻ വെച്ചോളാന്ന് പറഞ്ഞില്ലേ? പല്ലവി പല്ലവി ഞാൻ വെച്ചോളാന്ന്. പാർവതി വിട്. പല്ലവി വിട. ഇല്ല. പാർവതി പല്ലവി വാ മോളെ, എണീക്ക്. പാർവതി, നീ എന്താ ഈ കാണിച്ചത്? നീ എന്തിനാ പല്ലവിയെ തല്ലിയതെന്ന്? ഇവൾക്ക് അത്രയ്ക്കുള്ള പക്വതയുള്ളൂ. ദേ, ഇവൾ എന്തെങ്കിലും അവിവേകം കാണിച്ചെന്ന് കരുതി ഇങ്ങനെ തല്ലുകയാണോ വേണ്ടത്? ഈ സ്ഥാനത്ത് ഗാർഗി ആയിരുന്നെങ്കിൽ നീ തല്ലുമായിരുന്നോ? ഞാനാണ് പല്ലവിയെ പോലെ ധിക്കാരം കാണിച്ചതെങ്കിൽ പാർവതി എന്നെയും തല്ലും. ഇവളുടെ ദേഷ്യത്തിനും കരുണയ്ക്കും ഒരു നൂലിട വ്യത്യാസം ഉള്ളമ്മേ. എന്തായാലും പാർവതി ചെയ്തത് 100% ശരിയാ. നീ വാ പാർവതി. പല്ലവി വാ മോളെ. കണ്ടില്ലേ, ഇതാ ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. സാരമില്ല ഗോർ സാറേ, പാർവതി സാമർഥ്യമുള്ള കുട്ടിയാ. ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും പാർവതി ഭംഗിയായി കൈകാര്യം ചെയ്തോളൂ. സാർ സമാധാനായിട്ടിരിക്കുക. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.